നമസ്കാരം. ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച രണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരാണ് ഇന്ത്യൻ യുവതാരം ഋഷഭ് പന്തും പാകിസ്ഥാന്റെ മുഹമ്മദ് റിസ്വാനും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുമായി ടീമിനെ രക്ഷിക്കാൻ ശേഷിയുള്ള താരങ്ങളാണ് ഇരുവരും. നാട്ടിലും വിദേശത്തും പല കിടിലൻ പ്രകടനങ്ങളും ഋഷഭും റിസ്വാനും ഇതിനകം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് എക്സ് ഫാക്ടർ എന്നാണ് ഋഷഭ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എല്ലാ ഫോർമാറ്റുകളിലും ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും കൂടിയാണ് അദ്ദേഹം. റിസ്വാൻ ആകട്ടെ പാക് ബാറ്റിംഗ് നിരയിലെ ഒഴിച്ചുകൂടാനാവാത്ത താരമാണ്. T20 റാങ്കിങ്ങിൽ 1-ാം നമ്പർ സ്ഥാനം വരെ നേരത്തെ അലങ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ടു പേരിൽ കൂടുതൽ കേമൻ ആരാണെന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുൻ സ്റ്റാർ സ്പിന്നറായ ഡാനിഷ് കനേരിയ. ഋഷഭ് പന്ത്, മുഹമ്മദ് റിസ്വാൻ എന്നിവരിൽ ആരാണ് കൂടുതൽ മിടുക്കൻ എന്ന ചോദ്യത്തിന് നേരിട്ടൊരു ഉത്തരം നൽകാൻ ഡാനിഷ് കനേരിയ തയ്യാറായില്ല. പക്ഷെ മറ്റൊരു രീതിയിലാണ് അദ്ദേഹം ഇതിന് മറുപടി നൽകിയത്. എന്നാൽ ഋഷഭാണ് കൂടുതൽ മിടുക്കൻ എന്ന കനേരിയയുടെ ഉത്തരത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനും സാധിക്കും. സ്പോർട്സ് യാരിയോട് സംസാരിക്കവെയാണ് മികച്ച വിക്കറ്റ് കീപ്പർ ആരാണെന്ന കുഴപ്പിക്കുന്ന ചോദ്യത്തിന് കനേരിയ മറുപടി നൽകിയത്. ഞാൻ ഋഷഭ് പന്ത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മുഹമ്മദ് റിസ്വാനെ തള്ളിയതെന്ന് നിങ്ങൾ ചോദിക്കും. ടീമിന് ഏറ്റവും അധികം ആവശ്യമുള്ള സമയങ്ങളിൽ റിസ്വാൻ റൺസ് നേടിയില്ലെന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് എനിക്കുള്ള പ്രധാന പ്രശ്നം. ഈ വർഷത്തെ T20 ലോകകപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇന്ത്യക്കെതിരായ മത്സരത്തിൽ റിസ്വാൻ ബാറ്റ് ചെയ്യവേ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മനഃപൂർവ്വം ജസ്പ്രീത് ബുംറയെ ബൗളിങ്ങിന് കൊണ്ടുവന്നു. ക്രീസിലുള്ള റിസ്വാന്റെ വിക്കറ്റ് എടുക്കാൻ ബുംറയ്ക്ക് സാധിക്കുമെന്ന് രോഹിത്തിന് നന്നായി അറിയാമായിരുന്നു. അക്ഷർ പട്ടേലിനെതിരെ പോലും പാക് താരങ്ങൾ റണ്ണെടുക്കാൻ പാടുപെട്ട സമയമായിരുന്നു അത്. 1-2 റൺസൊക്കെയാണ് അക്ഷറിനെതിരെ അവർ നേടിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല ബാറ്റർമാരെ വിക്കറ്റിന് മുമ്പിൽ കുരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഈ സമയത്താണ് റിസ്വാനെ പുറത്താക്കാൻ ബുംറയെ വിളിച്ചത്. വിക്കറ്റ് എടുക്കാൻ ക്യാപ്റ്റൻ മനഃപൂർവ്വം നടത്തിയ നീക്കമാണിത്. ഈ സമയത്ത് ഇതാ എടുത്തോ എന്ന് പറഞ്ഞ് റിസ്വാൻ തന്റെ വിക്കറ്റ് ബുംറയ്ക്ക് സമ്മാനിച്ച് ക്രീസ് വിടുകയായിരുന്നുവെന്നും കനേരിയ വ്യക്തമാക്കി. ടീമിന് ഏറ്റവും ആവശ്യമുള്ള സമയങ്ങളിൽ റിസ്വാൻ റൺ എടുക്കാറില്ലെന്നും അതിനാൽ തന്നെ കൂടുതൽ മികച്ച വിക്കറ്റ് കീപ്പർ ഋഷഭാണെന്നുമാണ് കനേരിയയുടെ ഈ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമായത്. റൺ ചേസിൽ പാക് ടീം പതറവേ റിസ്വാൻ മുന്നേറവെയായിരുന്നു ബുംറയെ തിരികെ വിളിക്കാനുള്ള രോഹിത്തിന്റെ മാസ്റ്റർ പ്ലാൻ. 43 ബോളിൽ നിന്നും 31 റൺസ് എടുത്ത റിസ്വാൻ പുറത്തായതോടെ കളി ഇന്ത്യയുടെ വരുതിയിലേക്ക് വരികയും ചെയ്തു. മറ്റു പാക് ബാറ്റർമാരെ എളുപ്പം എറിഞ്ഞിട്ട ഇന്ത്യ 6 റൺസിന്റെ നാടകീയമായ വിജയമാണ് സ്വന്തമാക്കിയത്.